നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് താനൂരിലെ സ്വദേശികളായിട്ടുള്ള 2 പെൺകുട്ടികൾ നാടുവിട്ടു പോകുന്നതും അവരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതും. ഇവരെ നാട്ടിലേക്ക് എത്തിച്ചെങ്കിലും ഇവരെ കുടുംബത്തിനൊപ്പം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുട്ടികൾക്ക് കൌൺസിലിംഗ് വേണമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുട്ടികളെ കുടുംബത്തിന് വിട്ടു നൽകാത്തത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വീട്ടിൽ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് തങ്ങൾ നാടുവിട്ടത് എന്നതടക്കമാണ് പെൺകുട്ടികൾ ഈ ഒരു സംഭവ സമയത്ത് മാധ്യമപ്രവർത്തകരോടടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ സാമ്പത്തികമായി വലിയ ഉന്നതിയിലുള്ളവരല്ല തങ്ങൾ എന്നതൊഴിച്ചാൽ തങ്ങളുടെ വീട്ടിൽ മക്കളുമായി സ്വരച്ചേർച്ചയുണ്ടാകാൻ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും മുടിവെട്ടാൻ കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു, അതിന് അനുവദിച്ചില്ല. ഇതിന്റെ പേരിലാണ് കുട്ടികൾ നാടുവിടാനുള്ള ചിന്ത അടക്കം ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് കൌൺസിലിംഗ് വേണമെന്നതടക്കം ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മലപ്പുറത്തെ സ്നേഹിതിയിലേക്കാണ് ഇരുവരെയും മാറ്റിയിരിക്കുന്നത് എന്നതാണ് വിവരം. കൌൺസിലിംഗ് നൽകിയതിനു ശേഷമേ ബന്ധുക്കൾക്ക് ഇവരെ വിട്ടു നൽകൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറത്തെ സ്നേഹിതിയിലാണ് ഇവരിപ്പോഴുള്ളത്. കുട്ടികളുമായി സംസാരിച്ചതിൽ അവർക്ക് കൂടുതൽ കൌൺസിലിംഗ് വേണമെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൌൺസിലിംഗ് നൽകിയതിനു ശേഷം ബന്ധുക്കൾക്ക് കുട്ടികളെ വിട്ടു നൽകുമെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത യുവാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. താനൂർ പോലീസാണ് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എടവണ്ണ സ്വദേശിയായിട്ടുള്ള ആലുങ്ങൽ അക്ബർ റഹീമിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, പോക്സോ ആക്ട് പ്രകാരം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ എത്തിയത് ഇവരെ കണ്ടെത്താൻ സഹായിച്ചുവെന്നും ഇങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് ഇവർ പോയത് തികച്ചും യാദൃശ്ചികമാണ് എന്ന നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട്. അതേസമയം പെൺകുട്ടികളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കുട്ടികളെ കാണാതാകുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികൾ മുംബൈയിൽ പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും ഞെട്ടൽ തന്നെയായിരുന്നു. കാരണം മുംബൈ പോലെയുള്ള ഒരു സ്ഥലത്ത്, മുംബൈ പലതരത്തിലുള്ള അധോലോകത്തിന്റെ ഒരു കഥകൾ കേൾക്കുന്ന സ്ഥലമാണ്. അതിൽ ഒന്നും അറിയാത്ത 2 പെൺകുട്ടികൾ എത്തിപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന കാര്യമൊക്കെ സംശയമാണ്. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടൽ തന്നെയാണ് കേരളത്തെ ഒന്നടങ്കം ഈ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടാക്കിയിരുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രശ്നത്തിൽ നിന്നും യാതൊരു പ്രശ്നവും കൂടാതെ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടും മുമ്പ് തന്നെ കുട്ടികളെ തിരികെ എത്തിക്കാനായി തിരികെ നാട്ടിലെത്തിച്ചു എന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും കുടുംബവും ഒക്കെ ഉള്ളത്. കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരായി ഇപ്പോൾ തുടരുന്നുണ്ട്. ഇവരെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. വീട്ടിലേക്ക് പോകുന്നതിൽ സന്തോഷകരമാണ് എന്ന് ഇരുവരും പിന്നീട് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ ഇവരുടെ പ്രസ്താവനകൾ പോലീസ് വിലക്കെടുത്തിട്ടുണ്ട്. മൊബൈൽ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് എന്ന വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാത്രി 9 മണിയോടെയാണ് കുട്ടികൾ ഫോണിൽ പുതിയ സിം ഇട്ടത്. ഇത് കേസിന് കൂടുതൽ സഹായമായി മാറി അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയും അന്വേഷണം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്തു. മുംബൈ ലോണാവാലയിൽ നിന്നാണ് പെൺകുട്ടികളെ പോലീസ് കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം കാണാതായിട്ടുള്ള താനൂരിലെ ഒരു സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഇരുവരും. 2ാം ദിവസം ട്രെയിനിൽ സഞ്ചരിക്കവെയാണ് റെയിൽവേ പോലീസ് ഇവരെ കണ്ടെത്തുന്നത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണമാണ് ഇവരെ കണ്ടെത്താൻ സഹായിച്ചത്. കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത്. മുംബൈയിൽ നിന്നുള്ള ട്രെയിൻ യാത്രക്കിടെ ലോണാവാലയിൽ വെച്ചാണ് ഇവരെ കണ്ടെത്തുന്നത്. മുംബൈ CSMTയിൽ നിന്ന് ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ഇവർ സഞ്ചരിച്ചു വരികയായിരുന്നു. റെയിൽവേ പോലീസ് ഇവരെ കണ്ടെത്തുകയും ചെയ്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് താനൂർ മേഖലയിലെ സ്കൂളിന്റെ പരിസരത്ത് നിന്ന് കുട്ടികളെ കാണാതാകുന്നത്. പഠനത്തിൽ സവിശേഷ സഹായം ആവശ്യമുള്ള ഇരുവരും സ്ക്രൈബിന്റെ സഹായത്തോടുകൂടെയാണ് പരീക്ഷ എഴുതി വന്നിരുന്നത്. പരീക്ഷയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ ഇരുവരും സ്കൂളിൽ എത്തിയിരുന്നില്ല. സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് ഇക്കാര്യം വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇവരെ കാണാതായി എന്നുള്ള വിവരം കുടുംബവും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് പിന്നീട് അന്വേഷണം തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് മുംബൈ ഛത്രപതി ശിവാജി ടെർമിനലിന് സമീപത്തുള്ള മലയാളിയുടെ ഒരു സലൂണിൽ വെച്ച് ഇവരെ കണ്ടെത്തി ഇവർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് മനസ്സിലാക്കുന്നു. സലൂണിലെത്തിയ ഇരുവരും മുടിവെട്ടാനും
ഷാംപൂ ചെയ്യാനും ഏറെ സമയം ചെലവഴിച്ചു എന്നത് വ്യക്തമാകുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന് പിന്നീട് പോലീസ് മനസ്സിലാക്കി. പോലീസ് മുംബൈ മലയാളികൾക്ക് വിവരം കൈമാറുകയും അവർ അവിടെ എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ കടന്നു കളയുകയും ചെയ്യുകയായിരുന്നു. മുടി വെട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുടിയുടെ മോഡൽ പെൺകുട്ടികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സെലൂണിന്റെ ബ്യൂട്ടീഷ്യൻ എടുത്ത വീഡിയോയാണ് ഇതെന്നതാണ് ഇതിന് പിന്നാലെ പുറത്തു വന്ന വിവരം. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നത് വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നേത്രാവതി എക്സ്പ്രസിൽ പൻവേലിൽ ഇറങ്ങിയിട്ടുള്ള പെൺകുട്ടികൾ അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിന് സമീപത്തേക്ക് പോവുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട്ട് നിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പൻവേലിയിലേക്ക് പോയി എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. യുവാവ് രണ്ടുപേരെയും പൻവേലിയിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചു നൽകുകയായിരുന്നു. പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ എത്തിയ ശേഷം വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറി. പോലീസും സമാജം പ്രവർത്തകരും എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ രക്ഷപ്പെട്ടതായി ബ്യൂട്ടി പാർലർ ഉടമ വ്യക്തമാക്കുകയും ചെയ്തു. സുഹൃത്തിന്റെ വിവാഹത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മുംബൈയിലെത്തിയതെന്നാണ് ബ്യൂട്ടി പാർലർക്കാരോട് ഉടമയോട് ഈ പെൺകുട്ടികൾ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ രണ്ട് പെൺകുട്ടികളെ കാണാതാകുന്ന ഒരു സംഭവം കേരളത്തിൽ വളരെ വലിയൊരു ചർച്ചയായിരുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിസാരമായ കാരണങ്ങൾ കൊണ്ടാണ് വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ നാടുവിട്ടു പോകുന്നത്. പക്ഷേ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെ ഇവരെ തിരിച്ച് കണ്ടെത്താൻ സാധിച്ചു. അതിന്റെ സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടി കൈമാറിയിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.